ഖുർആനും സുന്നത്തുമാണ് മതാചാരങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചു. അങ്ങനെ തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് അടിസ്ഥാനം അന്വേഷിക്കുന്ന സമുദായത്തിനു മുൻപിൽ തെളിവുകളുമായി വരാൻ പൗരോഹിത്യം നിർബന്ധിതരായി. ഖുർആനും തിരുചര്യയും കൈവടിഞ്ഞ് കുതന്ത്രത്തിന്റെ മൂശയിൽ തീർത്ത് ഇവർ നിരത്തുന്ന അപഹാസ്യമായ തെളിവുകൾക്ക് ഒരു ഉദാഹരണം ശ്രവിക്കുക. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല, അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുക്കുമ്പോ വലിയ വിഷയം തന്നെയാണ്, ഇടുങ്ങൽ വലിയ വിഷയം തന്നെയാണ്. ഓ പറയണ്ടോ, അത് നിങ്ങൾക്ക് തീരായിട്ടാണ്. അടുത്ത ചോദിച്ചു വേറെന്താ മുട്ടൽ? ആനക്കത്തെ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമത് എടുക്കുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നു ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. വേറെന്താ? ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലേ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ? ആനല്ലേ പറഞ്ഞ് മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുണിയെടുക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് തുണിയെടുക്കാൻ പാടില്ലല്ലോ, കാര്യമൊക്കെ മുടുങ്ങല്ലോ. മറ്റു മതസ്ഥരെ കുപ്പാടിയുണ്ട്, നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. എന്നാൽ ഇത്തരം അനാചാരങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്തത് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രാത്രികളും തീർത്താൽ തീരാത്ത വേദനകളും മാത്രമാണ്. ഈ ദൃശ്യമൊന്ന് കാണുക. ആനക്കത്തെ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമത് എടുക്കുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നു ആനനെ തൊടാൻ പാടില്ല. മതാടിത്തറയില്ലാത്ത ഇത്തരം അനാചാരങ്ങൾ നിരോധിക്കേണ്ടത് ഒരു പൊതു സാമൂഹിക ആവശ്യമായി തന്നെ ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ലോക സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കേണ്ട പ്രവാചക ശ്രേഷ്ഠന്റെ ഉത്തമ സമുദായത്തിന്റെ പിന്മുറക്കാരിൽ വിശ്വാസ സംസ്കരണ തലങ്ങളിൽ പ്രവാചക പാതയ്ക്കനുസൃതമായ നവോത്ഥാന പ്രവർത്തനങ്ങളുമായാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നുവന്നത്.